കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വചനവും സാക്ഷ്യവും എന്നുള്ള പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് അല്പസമയം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ നടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട വിവിധ ശുശ്രൂഷകളാൽ അലങ്കൃതമായ അനുഗ്രഹിക്കപ്പെട്ടൊരു മിനിസ്ട്രിയാണ് ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ്. ആ നിലകളിൽ ഈ രാവിലെ സമയം ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനങ്ങൾ പറയുന്നു. വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമാണ്. അതിൻ്റെ കാരണം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന സന്ദേശമാണ് ദൈവവചനമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ സമയം മാനുഷികമായ എന്തെങ്കിലും തത്വങ്ങളോ ചിന്തകളോ ആലോചനകളോ ഭാവനകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇവിടെ പ്രസ്താവിക്കുന്നത്. മറിച്ച് ദൈവം തൻ്റെ ജനത്തോട് സംസാരിപ്പാനുള്ള സന്ദേശം കാലാകാലങ്ങളിൽ നൽകി തന്നത് ഏറ്റവും ഒടുവിലായി തൻ്റെ പുത്രനിലൂടെ അത് പൂർത്തീകരിച്ചു എങ്കിൽ ആ പുത്രനെ നമുക്ക് നൽകിത്തന്ന നിത്യ വചനം അഥവാ സുവിശേഷം, അതിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശങ്ങൾ പ്രസ്താവിക്കുമ്പോൾ നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ രാവിലെ സമയം ദൈവവചനം ശ്രദ്ധിക്കുന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയത്തെ തിരുവെഴുത്തിലെ ചിന്തകൾക്ക് വേണ്ടി ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ത്രിവിധ പ്രത്യക്ഷതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വാക്യഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്നാമതായിട്ട് നാം ഇങ്ങനെ വായിക്കുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 27-ാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 26-ന്റെ ഒടുവിലത്തെ ഭാഗം, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷത സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. രണ്ടാമത് അതിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്രേ പ്രവേശിച്ചത്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ പ്രത്യക്ഷത അഥവാ സ്വർഗത്തിലേക്ക് താൻ പ്രവേശിച്ചതിനെ കുറിച്ചാണ് രണ്ടാമത്തെ പ്രത്യക്ഷതയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് നാം ഇങ്ങനെ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തു പാപപരിഹാരത്തിന് വേണ്ടി ഇഹലോകത്തിൽ പ്രത്യക്ഷനായി. 2 പാപപരിഹാരം വരുത്തിയതിനു ശേഷം പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് സ്വർഗത്തിലേക്ക് താന് എന്ത് ചെയ്തു? പ്രവേശിച്ചു, പ്രത്യക്ഷനായി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത് നാം വായിച്ചത് ഇങ്ങനെയാണ്, ഇനി എത്രയും വേഗം തന്നെ കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ താൻ പ്രത്യക്ഷനാകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ത്രിവിധ പ്രത്യക്ഷതകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 വിധ പ്രത്യക്ഷതകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് അല്പസമയം എനിക്ക് ലഭിക്കുന്ന സമയത്തിനുള്ളിൽ ഓർപ്പിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ഭാഗം നാം ഇങ്ങനെ വായിച്ചു, തൻ്റെ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി.
കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് പ്രത്യക്ഷനായതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. അതിനെക്കുറിച്ച് 3 വാക്കുകളാണ് സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ കെയിം അഥവാ വന്നു എന്നൊരു പദം അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ എബ്രായ ലേഖനത്തിൽ 9:26 നമ്മൾ വായിച്ച ആ ഭാഗം അപ്പിയേടെന്നാണ്. പ്രത്യക്ഷനായി. മറഞ്ഞിരുന്നത് കാണുന്നതിനെയാണ് അവിടെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ആ സമയം വരെയും മറഞ്ഞിരിക്കുകയായിരുന്നു. അത് വെളിപ്പെടുന്നതിനെയാണ് അപ്പിയേഡ് എന്നൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 തീമോഥെയോസ് 3:16 യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നൊരു പദം അവിടെ കിടപ്പുണ്ട്. മാനിഫെസ്റ്റഡ്, ജഡത്തിൽ വെളിപ്പെട്ടു, ജഡമെടുക്കൽ. താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുപിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ശൂന്യനാക്കി ജഡമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്നു. നാം ഇങ്ങനെ വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കേവലം യേശുക്രിസ്തു ഇഹലോകത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തൻ്റെ പൂർവാസ്ഥികത്തെ കുറിച്ച് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. ഇഹലോകത്തിൽ ജനിച്ചു വീണ ഒരു ശിശുവോ വളർന്നു വന്നൊരു മനുഷ്യനോ ആയിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു. തന്നെ സംബന്ധിച്ച് യോഹന്നാനത് വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള പാഠങ്ങളൊക്കെ നാം പഠിച്ചാൽ നിശ്ചയമായും നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിത്യതയിൽ താനായിരുന്ന ഇടത്തു നിന്ന് ഈ കാലത്തിലേക്ക് ഇറങ്ങി വന്നതാണ് തൻ്റെ പ്രത്യക്ഷത. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് പാപങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഇഹലോകത്തിൽ വന്നത്. ശ്രദ്ധിക്കണമേ, ഇഹലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ആമേൻ ഇവിടുന്ന് കടന്നുപോയ അനവധി ഉന്നതന്മാരുണ്ട്. നാം ബഹുമാനിക്കുന്ന ആദരണീയരായ ശ്രേഷ്ഠന്മാരായ ആമേൻ ഗുരുക്കന്മാരും എന്തിനേറെ ഉന്നതന്മാരുമൊക്കെ ഇഹലോകത്തിൽ വന്നിട്ടുണ്ട്. അവരെ എല്ലാം നാം ആദരിക്കുന്നു. പക്ഷേ പാപപരിഹാരം വരുത്തുവാൻ ഇവിടേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ പരിഹാരം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, പാപമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പാപമെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക. മദ്യപാനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വലിയ ഫാഷനായിട്ട് ഇന്ന് മനുഷ്യൻ മാറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നാലെ പാപം ഒരു രസമായി, സന്തോഷമായി, അത് എന്തും ചെയ്യുവാൻ ഒരുക്കത്തോടുകൂടെ മനുഷ്യൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പാപമെന്ന് പറയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കേവലം ഈ ശരീരത്തിൻ്റെ പുറത്തോ എങ്ങുമല്ല, അവൻ്റെ രക്തത്തിലാണ് പാപം കുടികൊള്ളുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സവിസ്താരമായി വിസ്തരിക്കുവാൻ എൻ്റെ മുൻപിൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പാപമെന്ന് പറയുന്നത് മനുഷ്യൻ ജന്മന കർമ്മണ പാപികളാണ്. ജനന ത്തിൽ നമുക്കറിയുവാൻ കഴിയും, ആമേൻ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ആമേൻ ദൈവവചനത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ ആമേൻ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം നമുക്ക് കാണുവാൻ കഴിയും. പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ആമേൻ. അപ്പോൾ തന്നെ ജന്മന പാപിയായിരിക്കുമ്പോൾ തന്നെ കർമ്മണ മനുഷ്യൻ പാപിയാണ്. എന്തുകൊണ്ടാണ്
വാസ്തവത്തിൽ മനുഷ്യൻ ഈ ദോഷങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നെന്ന് ചോദിച്ചാൽ അവൻ്റെ ആ ശരീരത്തെ, അവൻ്റെ ഹൃദയത്തെ, അവൻ്റെ ആ ജീവിതത്തെ വ്യാപരിക്കുന്ന ശക്തിയാണ് ഈ പാപമെന്ന് പറയുന്നത്. നമുക്കറിയാം, മാവേൽ തേങ്ങ ഉണ്ടാകത്തില്ല, മാവേൽ മാങ്ങ തന്നെ ഉണ്ടാകുള്ളൂ. പ്ലാവിൽ ചക്ക മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മറ്റെന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയാൽ ഇല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. കാരണം അതിൻ്റേതായിരിക്കുന്ന പ്രകൃതിയും അതിൻ്റേതായിരിക്കുന്ന അനുഭവമൊക്കെ അതിൽ വരികയുള്ളൂ, അതിൽ വെളിപ്പെടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ പാപപ്രകൃതിയാണ് മനുഷ്യനിൽ നിന്ന് ദിനംതോറും വെളിപ്പെടുന്നത്. അനുദിനം പത്രങ്ങൾ വായിക്കുന്നത് നമുക്കറിയാം. സംഭവങ്ങളെയൊക്കെ നാം എടുത്ത് വീക്ഷിച്ചാൽ കാലികമായി നടക്കുന്ന ഓരോ സംഭവങ്ങളും മനുഷ്യൻ വാസ്തവത്തിൽ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഡിഗ്രി ഇല്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപകരമായ, ദോഷകരമായ ഗൗരവകരമായ കാര്യങ്ങളെ ഒന്ന് വീക്ഷിച്ചാൽ വാസ്തവത്തിൽ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്ന അനുഭവം ഒന്ന് ശ്രദ്ധിച്ചേ. ദോഷകരമായ, പാപകരമായ തകർച്ചയിലേക്ക്, വേദനയിലേക്ക് മനുഷ്യനെ കൊപ്പുകുത്തിക്കുന്ന പാപം തനതായ ശക്തിയോടുകൂടെ പണം വിടർത്തി ആടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് എവിടെ തിരിഞ്ഞാലും കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. പാപപരിഹാരം വരുത്തുവാൻ ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന പ്രത്യക്ഷനായ ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപപരിഹാരത്തിന് വേണ്ടി എങ്ങനെയാണ് യേശു ക്രിസ്തു പാപപരിഹാരം വരുത്തുന്നത്? പാപം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ ഹൃത്തടങ്ങളിൽ അവന്റെ രക്തത്തിൽ പാസ് ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ പാപപരിഹാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് രക്തം ചൊരിഞ്ഞു തന്നെയാണ് പാപപരിഹാരം വരുത്തുവാനിടയായി തീർന്നത്. പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ളത് അലംഘനീയമായ ദൈവികമായ നിയമമാണ്, നിബന്ധനയാണ്. എന്നാൽ പാപി മരിക്കാതെ അവനെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവം പാപിക്ക് പകരം ആ മരണം ഏറ്റെടുത്തതാണ് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം എന്ന് പറയുന്നത്. പാപി മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ അലംഘനീയമായ നിയമമാണ്. ആ നിയമം ഒരിക്കലും മാറ്റിക്കൂടാ. പാപത്തെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ത്രാസിൽ വെച്ച് ദൈവം വീക്ഷിക്കുമ്പോൾ നീതിമാനായ ദൈവത്തിന് പാപിയെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയത്തില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. തിന്നുന്ന നാളിൽ മരിക്കും. മരണം എന്ന് പറയുന്നത് കേവലം ഈ ശരീരത്തിൽ നിന്ന് മരിക്കുന്നത് മാത്രമല്ല, ആത്മാവിന്റെ മരണം മാത്രമല്ല, എന്നേക്കും ദൈവത്തെ വിട്ട് നിത്യമായ നരകത്തിയിലേക്ക് കടന്നു പോകുന്ന യാഥാർത്ഥ്യമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദോഷം ചെയ്യുന്നവൻ ദൈവത്തെ കൂടാതെ അവസാന ന്യായവിധിയിലേക്ക് വരേണ്ടി വരും. ആ ന്യായവിധി അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളെ മുഴുവൻ അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തി അതിൻ്റെതായിരിക്കുന്ന ശിക്ഷയിലേക്ക് അവൻ കടന്നു പോകേണ്ടി വരുമെന്ന് പഠിപ്പിക്കുന്ന ദൈവവചനം നമ്മുടെ മുൻപിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ പാപം മനുഷ്യനെ സംബന്ധിച്ചോളം അവനെ മരണത്തിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം, സ്നേഹവാനായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന നിമിത്തം അവന്റെ പാപത്തിന്റെ കഠോരതയും ക്രൂരതയും അതിന്റെ ശക്തിയുമൊക്കെ ശക്തമായി മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ അവനെ നിത്യമായ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും വിടുവിക്കുവാനും വേണ്ടി ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് പാപപരിഹാരം വരുത്തുവാൻ ഒരുവൻ ഇവിടേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, പാപപരിഹാരം വരുത്തുവാൻ വേണ്ടി കർത്താവ് ചെയ്തത് എന്തെന്നറിയാമോ? പാപമില്ലാത്തൊരു ശരീരത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ,
ദൈവത്തിന് സ്തോത്രം. പാപം കൂടാതെ ഇഹലോകത്തിൽ പിറന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാ. ജന്മനാ പാപമില്ല. നമുക്കറിയാം, കന്യകയാകുന്ന പാത്രത്തിൽ ദൈവവചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിനാൽ ഇഹലോകത്തിലേക്ക് വന്നതാണ് ക്രിസ്തു. ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്ന് അനവധി പ്രാവശ്യം ചോദിച്ചു. ആമേൻ. അന്നത്തെ പ്രമുഖരെ, ഒന്നുകൂടെ പറഞ്ഞാൽ അന്നത്തെ ശതാധിപൻ പോലും പറഞ്ഞു, ഇവൻ യഥാർത്ഥ പരിശുദ്ധനാണ്, ഇവനാണ് ആമേൻ പരിശുദ്ധൻ. പിശാച് പോലും അവന്റെ മുൻപിൽ വിറച്ചു. അവൻ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയുണ്ടായി. പരിശുദ്ധൻ എന്നുള്ള ആമേൻ പാപമില്ലാത്തവൻ എന്നുള്ള വ്യക്തമായ ഒരു സർട്ടിഫിക്കറ്റ്, വ്യക്തമായ ഒരനുഭവം ഇഹലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് താന് തനിക്ക് നേരെ വിരലി ചൂണ്ടിയ തന്നെ ന്യായവിധിക്ക് വേണ്ടി വിധിക്കുവാൻ വേണ്ടി കൊണ്ടുപോയ സന്നിധിയും സംഘവും ഹന്നാവും കയ്യപ്പാവും എന്തിനേറെ പീലാത്തോസ് സഹിതം ഒരുപോലെ സമ്മതിച്ചൊരു കാര്യം, ഇവനിൽ കുറ്റം കാണുന്നില്ല. പീലാത്തോസ് കൈ കഴുകുകയുണ്ടായി. പാപമില്ലാത്തവനാണ് പാപികൾക്ക് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇവിടെ ജനിച്ചിട്ടുള്ള സകല ആളുകളും പാപികളാണ്. ജന്മനാ പാപികളാണ്. പുരുഷ സംസർഗം കൂടാതെ ഇവിടെ ഒരു ജനനം നടന്നിട്ടില്ല. നമുക്കറിയാം, ആ നിലകളിൽ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളവരെല്ലാം പാപികളാകുമ്പോൾ കന്യകയാകുന്ന പാത്രത്തിൽ ദൈവവചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിനാൽ പുറത്തു വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് പാപപരിഹാരം സാധ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൻ്റെ ജീവിതം പാപമില്ലാത്തതായിരുന്നു. എന്തിനാണെന്നറിയാമോ? പാപങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി പരിശുദ്ധനായവൻ ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു. മാത്രമല്ല, പാപപരിഹാരത്തിന് വേണ്ടി കേവലം ഒരു നല്ല ജീവിതം കൊണ്ട് സാധ്യതമാകുമായിരുന്നില്ല. നല്ല കുറച്ച് ഉപദേശങ്ങൾ പറഞ്ഞത് കൊണ്ട് സാധ്യതമാകുന്നില്ല. ഒരിക്കൽ ഒരുത്തൻ വെള്ളത്തിൽ വീണ് ഇങ്ങനെ കൈയും കാലുമൊക്കെ ഇട്ടടിച്ച് ആഴത്തിലേക്ക് താണുകൊണ്ടിരിക്കുമ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുക, കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ, നല്ലതുപോലെ കൈയിട്ടടിക്ക്, കാലിട്ടടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നീന്തലറിയാത്ത മനുഷ്യനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? താണുകൊണ്ടിരിക്കുക. കൈയും കാലുമൊക്കെ ഇട്ടടിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഈ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണുമിഴിച്ച് വെപ്രാളപ്പെട്ട് അവൻ്റെ ആ മരണവെപ്രാളത്തിൽ കയ്യും കാലുമൊക്കെ ഇട്ടടിക്കുക. എന്നാൽ ബലിഷ്ഠനായ ഒരു മനുഷ്യൻ ഇറങ്ങിച്ചെന്ന് കരം കൊടുത്ത് അവനെ ഉയർത്തി കൊണ്ടുവരുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവന് വിടുതൽ പ്രാപിക്കാൻ കഴിയുള്ളൂ. കരയിൽ നിന്ന് പറയുന്ന ഉപദേശങ്ങൾ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, കൈയിട്ടടിക്ക്, കാലിട്ടടിക്ക്, നീന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇവനിങ്ങനെ താണുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും. ഇതുപോലെയാണ് ഇന്നത്തെ സതുപദേശങ്ങൾ. പലതും പറയുന്നുണ്ട്. പക്ഷേ ഈ ആഴത്തിലേക്ക് താഴുവാൻ തുടങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപദേശങ്ങളോ സതുപദേശങ്ങളോ മറ്റ് നല്ല നല്ല ധാർമ്മിക ചിന്തകളോ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതൊന്നും അവൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നില്ല. മറിച്ച് ഇവനിങ്ങനെ കയ്യും കാലും ഇട്ടടിച്ച് താണുകൊണ്ടിരിക്കുക. ഈ താണുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവനെ കരം പിടിച്ചുയർത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, മാനവജാതി പാപത്തിന്റെ കൂപത്തിൽ, അതിന്റെ നീലക്കയത്തിൽ താണുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ഇവിടെ വെളിപ്പെട്ടതിനെ കുറിച്ച്, പ്രത്യക്ഷനായതിനെ കുറിച്ച് അത്രേ ദൈവവചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. പാപപരിഹാരത്തിന് വേണ്ടി അവൻ പ്രത്യക്ഷനായി. അവൻ പാപം എവിടെയാ പരിഹരിച്ചത് പറയാം. മനുഷ്യന്റെ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളോ അതിൻ്റെതായിരിക്കുന്ന ജപങ്ങളോ തപങ്ങളോ ഒന്നും കൊണ്ട് പാപപരിഹാരം വരുന്നില്ല. അതിന്റെ കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് ദോഷിയായി ദൈവ സാന്നിധ്യം, സായുജ്യം, സാലോക്യം, ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അകന്നവനായി ജീവിക്കുമ്പോൾ അവൻ ചെയ്തു കൂട്ടുന്ന ഒരു പ്രക്രിയകൾക്കും ഒരു കർമാദികൾക്കും പാപങ്ങളെ പരിഹരിക്കാൻ കഴിയത്തില്ല. ആ നിലകളിലുള്ള ചെയ്തികളൊക്കെ വിശുദ്ധ ബൈബിൾ പറയുന്നു കറപുരണ്ട തുണി പോലെയാ. യെശയ്യാപ്രവചനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. കുഷ്ഠ്യന് തന്റെ തൊക്കും പുള്ളിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? ദോഷം ശീലിച്ചവരായ നിങ്ങൾ
നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യുവാൻ കഴിയും? ദോഷം ശീലിച്ചു വെച്ചിരിക്കുക, അതാണ് പ്രവൃത്തി. പിന്നെ എങ്ങനെയാണ് നന്മ ചെയ്യാൻ പറ്റുന്നത്? നന്മ ചെയ്യുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ അതൊന്നും പരിഹാരമാകുന്നില്ല. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കർമാചാരങ്ങളോ നന്മകളോ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ നന്മ ചെയ്യേണ്ടവനാ, നന്മ ചെയ്തേ പറ്റൂ, കാരണം എൻ്റെ അകത്തുള്ള മനസാക്ഷി എന്നോട് നന്മ ചെയ്യുവാൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഒരു ധാർമ്മിക നിയമം എൻ്റെ അകത്തുണ്ട്. എന്നാൽ ആമേൻ പാപപരിഹാരത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്ന നന്മകൾ. ആമേൻ ആ ചെയ്യുന്ന നന്മകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നും പാപപരിഹാരത്തിനാകുന്നില്ല. മറിച്ച് പാപപരിഹാരത്തിന് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്ന, പാപപരിഹാരം നൽകി തന്ന മാർഗമാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. ഒട്ടനവധി ആളുകൾ ഇന്നും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും വ്യക്തമായി പറയട്ടെ, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗം ആമേൻ അനുഭവിക്കുന്ന പാപത്തിൻ്റെയും ദോഷത്തിൻ്റെയും ശാപത്തിൻ്റെയും മുഴുവൻ 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 ആ ന്യായവിധിയും തൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഗെത്സമന മുതൽ കാൽവറി വരെ അത് വഹിച്ചുകൊണ്ട് ആമേൻ പീലാത്തോസിൻ്റെ പ്രിറ്റോറിയം മുതൽ കാൽവറി ക്രൂശ് വരെ വീണ്ടും എഴുന്നേറ്റും കടന്നുപോയ കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, പാപപരിഹാരം വരുത്തുവാൻ ദൈവം നമുക്ക് നൽകിത്തന്ന ദൈവപുത്രനിലൂടെയുള്ള മാർഗമാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഒന്നാമത്തെ പ്രത്യക്ഷത എന്ന് ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് നാം വായിച്ച പ്രത്യക്ഷത എന്ന് പറയുന്നത് പാപപരിഹാരം വരുത്തിയതിനു ശേഷം പിതാവിൻ്റെ സന്നിധിയിലേക്ക് താൻ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നു. നമുക്കറിയാം, പാപപരിഹാരം അതിൻ്റെ പൂർത്തീകരണം ചെയ്തതിന് ശേഷം താനിപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ. വാക്യങ്ങൾ ആമേൻ പലത് ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ പാപപരിഹാരം വരുത്തിയതിന് ശേഷം നമ്മുടെ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ആമേൻ പ്രത്യക്ഷനായിരിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ആമേൻ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തിനാ? എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ താൻ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷനായിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈ ഗോത്രങ്ങളുടെ ആ സംരക്ഷണവും വിടുതലിനെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ബലഹീന ഗോത്രവും ഉന്നത എന്ന് പറഞ്ഞാൽ ബലമുള്ള ഗോത്രങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിന് പരിഹാരത്തിന് വേണ്ടി ഈ ബലഹീന ഗോത്രം ഉന്നത ഗോത്രത്തിൻ്റെ അടുക്കൽ ചെന്ന് പരിഹാരത്തിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾക്കിതിനൊരു പരിഹാരം വേണമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബലഹീന ഗോത്രം ഒരു വലിയ വിരുന്നൊരുക്കും. വിരുന്നൊരുക്കിയിട്ട് ഈ വലിയ ഗോത്രത്തിലെ മൂപ്പന്മാരും ബലഹീന ഗോത്രത്തിലെ മൂപ്പന്മാരും എല്ലാം കൂടെ ചേർന്ന് ഈ സദ്യയ്ക്ക് വന്നു ചേരും. വന്നു ചേർന്ന് അതിനൊരു പ്രത്യേക ചടങ്ങുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും? ആ വീഞ്ഞാണ്, വെറും വെള്ളമല്ല, വീഞ്ഞെടുത്തിട്ട് 2 തുള്ളി ചോര വീതം ചെറിയ മൂപ്പനും വലിയ ഗോത്രത്തിലെ മൂപ്പനും എന്ത് ചെയ്യും? ഈ വീഞ്ഞിൽ കലർത്തി അവരെ കുടിക്കുക. വീഞ്ഞിൽ കലർത്തി ഈ വലിയ ഗോത്രത്തിലെ മൂപ്പനും ചെറിയ ഗോത്രത്തെ ഭരിക്കുന്ന മൂപ്പനും കൂടെ വീഞ്ഞിൽ കലർത്തി ഈ ചോര എന്ത് ചെയ്യുന്നു? 2 തുള്ളി ചോര കുടിക്കുന്ന കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇവരൊരുമിച്ച് ആ സദ്യവട്ടത്തിൻ്റെ നടുവിൽ ഈ ചടങ്ങ് നിർവഹിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അവിടെയുണ്ട്. ഈ ചടങ്ങിന് ശേഷം ഈ വീഞ്ഞിൽ കലർത്തി അവർ കുടിച്ചതിന് ശേഷം ഈ ഗോത്രങ്ങൾ ഒന്നായി മാറുകയാണ്. ഈ 2 ഗോത്രങ്ങളും എന്തായി മാറുന്നു? ഒന്നായി മാറുന്നു. മാത്രമല്ല, ഈ ചെറിയ ഗോത്രത്തിൻ്റെ കാര്യം മുഴുവൻ ഈ വലിയ ഗോത്രം ഏറ്റെടുക്കുകയാണ്. അന്ന് വരെയുള്ള തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും
ഈ വലിയ ഗോത്രം എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. കേട്ടോ, ഈ രക്തം കലർത്തി ഈ വീഞ്ഞിനകത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ഗോത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വലിയ ഗോത്രം ഏറ്റെടുക്കുന്നു. ചെറിയ ഗോത്രം വലിയ ഗോത്രത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ബലഹീനരാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചെന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ചെറിയ ബലഹീനരായിരിക്കുന്ന നമ്മെ തേടി വലിയവനായ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് കാൽവരി ക്രൂശിൽ നടന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ബലഹീന ഗോത്രങ്ങൾ ആമേൻ അതിൻ്റെ ബലഹീനതകൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ഈ ഗോത്രങ്ങളെ സംരക്ഷിക്കുവാൻ വലിയ ഗോത്രങ്ങൾ രക്തം കലർത്തിയ വീഞ്ഞു കുടിച്ച് ഒരു ഉടമ്പടി ചെയ്ത് അവർ തയ്യാറാകുന്നത് പോലെ കാൽവരി ക്രൂശിൽ നടന്നത് ഒരു വലിയ ഉടമ്പടിയാണ്. രക്തത്താലുള്ള ഉടമ്പടിയാണ്, മറ്റൊന്നുമല്ല. വലിയവനായ ദൈവം പാപികളായ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവനെ വീണ്ടെടുത്ത് വിടുവിച്ച് ദൈവോന്മുഖനാക്കി ആമേൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്നുള്ള ആമേൻ വിശ്വസിക്കുന്നവരെ എന്തിനേറെ പറയണം. ക്രൂശിൽ പോലും ഒരു കള്ളൻ ജീവിതകാലത്ത് ആമേൻ എന്തൊക്കെ കൊള്ള ചെയ്യാമോ അതെല്ലാം ചെയ്ത് അവസാനവും ആമേൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കള്ളനെ ശ്രദ്ധിച്ചില്ലേ? ആ കള്ളൻ ആമേൻ ഏറ്റവും ഒടുവിൽ അനുതാപമുണ്ടായി. അവൻ ഏറ്റുപറഞ്ഞ് അവിടെ വെച്ച് അവൻ പറുദീസയ്ക്ക് ഓഹരിക്കാരനായി തീരത്തക്ക നിലയിൽ ജീവിതത്തിലെ ഏത് പാപത്തെയും ഏറ്റുപറയുന്ന നിമിഷം പരിഹരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ദൈവോന്മുഖനാക്കി മാറ്റുന്ന ആ ബലഹീന ഗോത്രത്തെ ബലമുള്ള ഗോത്രം ഏറ്റെടുക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ നിലയിലും ഏറ്റെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ആമേൻ ആ ക്രൂശിൽ പ്രത്യക്ഷമാകുന്നത് പോരാ. ആമേൻ ക്രൂശിന് ശേഷം ആമേൻ സകലവും നിവൃത്തിയാക്കിക്കൊണ്ട് പിതാവിന്റെ സന്നിധിയിലെത്തിയ പുത്രൻ തമ്പുരാൻ ആമേൻ അവിടെ ഇരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുമ്പോൾ ബലഹീന ഗോത്രമായിരിക്കുന്ന ആമേൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? രക്തത്താൽ അവൻ നമ്മോടൊരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. ആമേൻ ഞാൻ നിന്നെ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുപ്പാൻ വിടുവിപ്പാൻ ആമേൻ ഇനി എന്നാൽ സാധ്യമെന്നുള്ളത് കൊണ്ട് ആമേൻ രക്തം കലർത്തിയ ആമേൻ ആ അനുഭവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം നൽകി തന്ന് വീണ്ടെടുത്ത ആ അനുഭവം പ്രാപിച്ച ഓരോ ദൈവവൈതലിനും ഒരു ഉറപ്പുണ്ട്. നമ്മെ ആമേൻ ശക്തീകരിപ്പാൻ വിടുവിക്കുവാൻ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആമേൻ നാം പ്രാർത്ഥിക്കുന്നുള്ളത് ശരിയാണ്. എന്നാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അത് നാം മനസ്സിലാക്കണം. മാത്രമല്ല ഏറ്റവും ഒടുവിൽ നാം വായിക്കുന്നു ആമേൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ആമേൻ അവൻ ഇനിയും പ്രത്യക്ഷനാകും. ലോകത്തിൽ അടുത്ത് നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം വലിയൊരു മൂന്നാം ലോക മഹായുദ്ധമാണ് എന്നെല്ലാവരും പറയുമ്പോൾ ആമേൻ ശരിയാണ്. എങ്കിലും ഞങ്ങൾ പറയട്ടെ, അടുത്ത് നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അത് സംഭവിക്കുവാൻ പോകുന്നു പ്രിയരെ. ആമേൻ ഒരു കാലത്തെ പ്രസംഗവേദികളിൽ മുഴങ്ങിക്കേട്ട ആമേൻ ശബ്ദം യേശു മടങ്ങി വരുന്നു എന്നുള്ളതാ. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ആ ശബ്ദം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുക. ചില ചോദിക്കാറുണ്ട് എത്ര നാളായി? പറയാം 2000 കഴിഞ്ഞു, 2025 24, യേശു ഇതുവരെ വന്നില്ല, ഇനി എന്ന് വരാനാ നിന്റെ ദൈവം എന്നൊക്കെ ചോദിക്കുന്ന പുള്ളികളുണ്ട്. പക്ഷേ ഞങ്ങൾ പറയട്ടെ, ഡേറ്റ് പറഞ്ഞിട്ടില്ല സ്വർഗം. പക്ഷേ പറഞ്ഞിരിക്കുന്ന ചില സൈനുകളുണ്ട്, അടയാളങ്ങളുണ്ട്. അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഇവിടെ നടക്കേണ്ടുന്ന സംഭവങ്ങൾ ഞങ്ങൾ പറയട്ടെ അക്കമിട്ട് നിറവേറിക്കൊണ്ടിരിക്കുക. അതെ, ഇന്ന് കാണുന്ന ഓരോ സംഭവങ്ങളും, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ വചനത്തിൻ്റെ നിറവേറലാന്ന്. ഈ കാണുന്ന കോലാഹലങ്ങൾ,
ജാതീയ ബഹളങ്ങൾ, രാഷ്ട്രീയ ബഹളങ്ങൾ, എന്തിനേറെ പറയണം, ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഈ ഭൂമി കുലുക്കം. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ സംഭവങ്ങൾ എവിടൊക്കെയാ നടക്കുന്നത്? ഭൂകമ്പങ്ങൾ, അനർത്ഥങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇതെല്ലാം ഇവിടെ സംഭവിക്കുമ്പോൾ അവരടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് മുന്നമേ പറഞ്ഞ പ്രവചനങ്ങളുടെ നിവൃത്തീകരണം എന്ന വണ്ണം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവടുത്തു പോയി. ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചതുപോലെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് അവൻ ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇനി വരുന്നത് പരിഹാരത്തിന് വേണ്ടിയല്ല, പാപപരിഹാരം പ്രാപിച്ച അവൻ്റെ ജനത്തെ ചേർക്കുവാനാണ് അവൻ മടങ്ങി വരുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഈ പരിഹാരം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എങ്ങനെ പരിഹാരം പ്രാപിക്കാൻ കഴിയും? ഒരു നിമിഷം ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഇന്ന് വരെ ചെയ്തിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് അവൻ ദൈവമുമ്പാകെ പശ്ചാത്താപത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ചെയ്താൽ ആ പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും, വ്യക്തമായി വെളിപ്പെടും. അവനൊരു പശ്ചാത്താപത്തോടുകൂടെ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു എന്നുള്ളത് അവൻ ഹൃദയംഗമായിട്ട് ഏറ്റെടുക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കൊണ്ടാടി ലോകം മുഴുവൻ. കുരിശ് ചുമന്നു, വലിയ കുരിശെടുത്ത് മലമുകളിൽ കയറി, എത്രയോ പങ്കപ്പാടുകൾ കയ്പ് കുടിക്കുന്നു. പക്ഷെ ചോദിക്കട്ടെ, പാപപരിഹാരം കേവലം ഒരു തടി കുരിശ് ചുമക്കുന്നതുകൊണ്ടാണോ? യേശു കുരിശ് ചുമന്നതുകൊണ്ട് നമ്മൾ കുരിശ് ചുമക്കണോ? വേണ്ട, ദൈവവചനം അത് പഠിപ്പിക്കുന്നില്ല. യേശു ചുമന്ന കുരിശെന്ന് പറയുന്നത് പാപപരിഹാരത്തിന് വേണ്ടി ചുമന്നതാ. അതിനെ ആരും ചുമക്കണ്ട. പിന്നെ കുരിശ് ചുമന്നവൻ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ പാപമാണ് ഞാൻ ചുമക്കുന്നത്. നീ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ അടികൊണ്ടത്. എൻ്റെ തലയിൽ മുള്ളു വെച്ചടിച്ചത് പാപത്തിൻ്റെ ശാപമായ ക്രൂരവും കഠോരവുമായ മുള്ളാണ്. എൻ്റെ ചങ്ക് കുത്തേറ്റത് നീ കൊള്ളേണ്ട പാപത്തിൻ്റെ ശാപമാണ്. എന്നാൽ അത് മുഴുവൻ ഞാൻ വഹിച്ചുകൊണ്ട് കാൽവരുടെ ഗിരിമുകളിൽ വീണെഴുന്നേറ്റും പച്ചപ്പൈമരെ കുരിശുമായി കടന്നു പോയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീ കുരിശ് ചുമക്കാനല്ല, കയ്പ് കുടിക്കാനല്ല. ആമേൻ, മറിച്ച് നിന്റെ ഹൃദയം പാപം കൊണ്ട്, ഇരുളുകൊണ്ട് നിറഞ്ഞിരുന്ന, മദ്യപാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ദോഷവശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിന്റെ ഇരുട്ടിൻ്റെ ആമേൻ കൂരിട്ടിൽ നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൻ്റെ അകത്തലത്തിലൊരു വെളിച്ചമായി എന്നെ നീ പ്രതിഷ്ഠിക്കുമോ? എനിക്ക് നീ ഇടം തരുമോ? നിന്റെ അകത്തേക്ക് വരുവാൻ എനിക്ക് താല്പര്യമുണ്ട്. നിന്റെ ഉള്ളത്തിൽ എനിക്കൊരു സ്ഥാനം തരുമോ? എൻ്റെ കർത്താവ് ചോദിക്കുന്നതാ. പലതിനും സ്ഥാനമുണ്ട്, പലർക്കും സ്ഥാനമുണ്ട്, പലതിനും വേണ്ടി നീ ഓടിക്കൊണ്ടിരിക്കുക. ആമേൻ, നിന്റെ ചിന്തകളും ഇടപാടുകളും പല കാര്യങ്ങളുടെ മുമ്പിലാണ്. പക്ഷേ നിന്റെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് യേശുവിനെ അംഗീകരിച്ച് ഒരു പുതുജീവിതവും സമർപ്പണവും നയിക്കുവാൻ തക്കവണ്ണം ഹൃദയം തുറന്ന് യേശുവെ എൻ്റെ അകത്തേക്ക് വരണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ നിനക്ക് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്റെ മനസാക്ഷി കൂട്ടിമുട്ടുന്ന പാപത്തിൻ്റെ പ്രേരക ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവോന്മുഖമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയാക്കി ഇന്നു മുതൽ ജീവിതം രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ സൃഷ്ടിയാക്കി നിന്നെ നടത്തുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ആ ദൈവശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തരുണത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം ധന്യകരമായി തീർത്ത് നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ, ആമേൻ, മനുഷ്യന് നഷ്ടപ്പെട്ട പരദീസ, മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവിക സാന്നിധ്യം, ദൈവിക സാമീപ്യം, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കാൽവറി ക്രൂശിൽ പിടഞ്ഞ് മരിച്ച രക്ഷകൻ ഇനി എത്രയും വേഗം മടങ്ങി വരും. സ്തോത്രം. അന്ന് എൻ്റെ യേശുവിൻ്റെ മുൻപിൽ അവരൊരു വടി കൊടുത്തിട്ട് സ്തോത്രം അവന് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയുണ്ടായി, അവനെ പുച്ഛിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ പറയട്ടെ, ആമേൻ, കോടി കോടി രഥങ്ങളുമായി വിശുദ്ധന്മാരുമായി ആമേൻ എൻ്റെ കർത്താവ് മടങ്ങി വരുമ്പം രാജാതിരാജാവായിട്ട് അവൻ മടങ്ങി വരുന്നേ.
അനേക രാജമുടികൾ. സ്തോത്രം. അന്ന് അവനെ കളിയാക്കി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് കളിയാക്കി, അവൻ്റെ മുഖത്ത് തുപ്പി. സ്തോത്രം. രാജാവിനെ അന്ന് പരിഹസിച്ചു വിട്ടെങ്കിൽ രാജാതി രാജാവായിരിക്കുന്നവൻ സകലത്തിലും മീതെ രാജാവായി വാഴുവാൻ ഇനി ദിവസങ്ങൾ അധികമില്ല. ആ രാജാതി രാജാവ് പ്രത്യക്ഷപ്പെടുവാൻ കാലം സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവൻ ഒരിക്കൽ പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷതയിൽ അവനോടൊരുമിച്ച് നിങ്ങളും കാണുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരാജയമാ. പാപത്തെ വിട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന് അവിടെ മതമോ നിറമോ നിലവാരമോ സാഹചര്യങ്ങളോ ഒന്നും അവിടെ വിഷയമല്ല. യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. ഒരു പഴയ പാട്ടുകാരൻ പാടുന്ന ഒരു പാട്ടിൻ്റെ അടികളുണ്ട്. അതിങ്ങനെയാ: വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, ഹൃദയത്തിൻ്റെ വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, എൻ്റെ സ്വരം കേൾക്കുമോ മകനേ മകളെ കുഞ്ഞേ, ഇമ്പസ്വരം കേൾക്കുമോ മകനേ മകളെ കുഞ്ഞേ. ആ സ്വരം കേൾക്കുമോ? ഒരു നിമിഷം കണ്ണടച്ചാട്ടെ, ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ. പാപപരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവേ, അങ്ങേ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ഈ വചനം കേൾക്കുന്നവർക്കൊക്കെ ഒരു വിടുതലാക്കി തീർക്കണമേ. അങ്ങേ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷകനും കർത്താവുമായി അങ്ങയുടെ പ്രത്യക്ഷത മനസ്സിലാക്കി വരുവാൻ പോകുന്ന പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഏവർക്കും കൃപ ചെയ്യണമേ. ആദിയോടന്തം ശുശ്രൂഷയെ സഹായിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും ആശീർവദിച്ചാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.